ഇനി ഗസയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നരനായാട്ട് തുടരുകയാണ് ഇസ്രായേൽ അവിടെ എല്ലായിടത്തും തന്നെ. അതിനിടയിലാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കും, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ ട്രംപിൻ്റെ ഒരു പ്രതികരണമൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ പുലർച്ചെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവുമായി ട്രംപ് സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 20 സമാധാന പദ്ധതിയുമായൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇസ്രായേലും കൂടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ നടപടി അതെന്തായിരിക്കുമെന്ന് തന്നെയാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ എവിടെ വരെ എത്തി എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതാണ് പരിശോധിക്കുന്നത്. ദൗസർ, ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വലിയ കാര്യമുണ്ടോ? അല്ല, അതിൽ വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടം 3 ഘട്ടങ്ങളിലായിട്ടാണ് അത് എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ, ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളുടെ കൈമാറ്റവും ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റവും, അതേപോലെ ഇസ്രായേൽ IDFൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് നിർത്തിവെക്കുക, IDF ഒരു നിശ്ചിത ഗസയിൽ നിന്നൊരു യെല്ലോ ലൈൻ വരച്ചിട്ട് ആ ലൈൻ്റെ അപ്പുറത്തേക്ക് ഇസ്രായേലി സൈന്യം പിന്മാറുക, അതേപോലെ മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് പ്രവഹിക്കുക. ഇത്രയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ഫേസ് 1 ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഒരു അച്ചീവ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 90% അച്ചീവ് ചെയ്തെന്ന് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നാമത്തെ ഇവരെ ഹമാസിൻ്റെ കയ്യിലുള്ള തടവുകാരെ കൈമാറുക, അത് നടന്നു കഴിഞ്ഞു. ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റം, അതിൽ എത്ര തടവുകാർ എന്നുള്ളതിൽ കരാറിൽ കൃത്യം പറഞ്ഞിരുന്നില്ല. പിന്നീടുള്ള നെഗോഷിയേഷൻസാണ്. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം 1968 പേരെയാണ് ഇസ്രായേൽ വിട്ടയച്ചിരിക്കുന്നത്. 1968 പേരെ വിട്ടയക്കുമ്പോഴും 9300 ആളുകൾ എഗൈൻ അവിടെ ബാക്കിയുണ്ട്. അപ്പം മറ്റ് തടവുകാരുടെ കൈമാറ്റം ഈ ഫേസ് 1 കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും എന്നാണ് അതേക്കുറിച്ച് സാമാന്യമായിട്ട് മീഡിയേറ്റേഴ്സും ഇസ്രായേലും ഒക്കെ എത്തിയിട്ടുള്ള ധാരണ. പിന്നെ IDFൻ്റെ പിന്മാറ്റം ഈ പറയുന്ന യെല്ലോ ലൈനിനപ്പുറത്തേക്ക് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആക്രമണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. ഇസ്രായേൽ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നുമ്പോഴൊക്കെ കയറി ആക്രമിക്കുന്നുണ്ട്. ഒക്ടോബർ 10 സീസ് ഫയർ അഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് ശേഷം ഈ ദിവസം വരേക്ക് 414 ആളുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെയുള്ള ഈ ലാർജ് സ്കെയിൽ ബോംബിങ്ങും അത്തരം സംഗതികൾ ഇല്ല. ഈ കൊല്ലപ്പെട്ടത് 414 ആളുകൾ മഹാഭൂരിപക്ഷവും സിവിലിയൻസാണ്. അതും കൂടുതൽ ഈ യെല്ലോ ലൈൻ്റെ അടുത്തുകൂടെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ യെല്ലോ ലൈൻ്റെ അപ്പുറത്തുള്ള തങ്ങളുടെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ വെടിയേറ്റ് മരിച്ചത്. അല്ലാത്തതും ഉണ്ടായിട്ടുണ്ട്, ചില എയർ സ്ട്രൈക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ബൈ ആൻഡ് ലാർജ് ഫേസ് 1 കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റും. ഫേസ് 2 പറഞ്ഞിരിക്കുന്ന കാര്യം ഹമാസിൻ്റെ ഡിസാംമെൻ്റാണ്, നിരായുധീകരണം എന്നുള്ളതാണ്. ഹമാസിൻ്റെ നിരായുധീകരണം സംഭവിക്കുന്ന മുറയ്ക്ക് ഇസ്രായേൽ സമ്പൂർണ്ണമായി ഈ യെല്ലോ ലൈനിൽ ഉള്ള ഇസ്രായേലി സൈനികരും ഗസയിൽ നിന്ന് പിന്മാറുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF എന്ന് പറയുന്ന ഒരു ഏജൻസി, ഒരു സൈനിക ദളം ഗസയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുക, അതേപോലെ പീസ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗവേണൻസ് കൗൺസിൽ രൂപീകരിച്ച് അവർ ഗസയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നടത്തുക. ഇതാണ് ഫേസ് 2 സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഇത് പക്ഷേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇന്നലെ നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടി ഫ്ലോറിഡയിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റിസോർട്ടിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞൊരു കാര്യം, ഈ ഡിസാംമെൻറ്റ്, നിരായുധീകരണം എന്നുള്ളത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുന്ന വാചകം എന്താണ്, ഹെൽ വിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഹമാസിനോട് പറഞ്ഞത്. പക്ഷേ അതേസമയം പലതരം ഡിസഗ്രിമെൻ്റ് ആ കാര്യത്തിൽ ഇസ്രായേലുമായി ട്രംപിനുണ്ട്, അമേരിക്കക്ക് ഉണ്ടെന്നും കൂടെയാണ് ആ സംസാരത്തിൽ മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ISF, ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ആ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈജിപ്ത് ഉണ്ടാകും. ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇതാണ് 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിന് കൂടെ തുർക്കിയും ഉണ്ടാകും എന്ന് തുർക്കിയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളും അതിൽ തുർക്കി ഉണ്ടാവണം എന്നുള്ള നിലപാടാണ്. അപ്പോൾ തുർക്കി ഒരു നിലക്കും തുർക്കി ബൂട്ട്സ് നെവർ ബി അലൗഡ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. തുർക്കി സൈനികർ ഗസയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാവണമെന്ന് തുർക്കി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ട്രംപും തുർക്കിയുടെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കേണ്ട കേട്ടോ, നീയും എർദോഗാനോ അടിപൊളിയായിട്ട് പോകൂ എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തുർക്കി ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നൊരു പൊസിഷൻ ഈജിപ്തും ഇന്തോനേഷ്യയും പാകിസ്ഥാനും എടുക്കുമ്പോൾ അവർ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും
അവരും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് തുർക്കി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തർക്ക പോയിൻ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ അവർ വിശ്വസിക്കുന്നില്ല. കാരണം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറായിട്ടാണ് അവർ തുർക്കിയെ കാണുന്നത്. പക്ഷേ തുർക്കി ഇല്ലാതെ ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന നിലപാട് ബാക്കി രാജ്യങ്ങൾ, ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സുള്ള ബാക്കി രാജ്യങ്ങൾ കൂടെ നിലപാട് സ്വീകരിക്കുകയും ട്രംപ് അത് പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ഹെൽപ്ലെസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു എളുപ്പം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുർക്കിയുടെ ഫോഴ്സ് ഗസയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓൺ ദ ബാക്ക് യാർഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ മുറ്റത്ത് തുർക്കിയുടെ സൈന്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിക്കപ്പെടാതെ ഹമാസിനെ ഡിസാം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഡിസാംമെൻറ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഡിസാംമെൻറ്റ് ഹമാസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സീസ് ഫയർ അഗ്രിമെൻറ്റിലെ ഏറ്റവും അപ്രായോഗികമായുള്ളൊരു കാര്യമായിരിക്കും. കാരണം അവരുണ്ടാക്കിയത് തന്നെ എന്തിനാണ്? ഇസ്രായേലിൻ്റെ കോളനൈസേഷൻ അവസാനിപ്പിക്കാൻ ആംഡ് സ്ട്രഗിൾ അല്ലാതെ മറ്റൊരു വഴിയുമില്ല. സായുധമായി ഇസ്രായേലിനോട് പോരാടുകയല്ലാതെ, ആയുധത്തിൻ്റെ ഭാഷ, ശക്തിയുടെ ഭാഷയല്ലാതെ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഷ ഇസ്രായേലിന് അറിയില്ല. അപ്പോൾ ആയുധ ശക്തിയിലൂടെ ഇസ്രായേലിനോട് പോരാടിക്കൊണ്ടേ അവരെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ഹമാസിന്. അതുകൊണ്ട് ഒരു ഡിസാംഡ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ഫങ്ക്ഡ് ഹമാസ് ആയിരിക്കും ഒരർത്ഥത്തിൽ. അത് എഗൻ അവർ ഇന്നലെയും പ്രസ്താവിച്ചിട്ടുണ്ട് ഡിസാമിന് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, ISF വന്നതിന് ശേഷം ഡിസാമിന് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ ISF എന്ന് പ്രയോഗത്തിലാകുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത്, മറ്റൊരു അംഗീകരിക്കാമെന്നാണ് പ്രശ്നമുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി തുർക്കി ഒരു നിലയിലും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ട്രംപ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിചിത്രമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ പലവട്ടം കൂടെ ചർച്ച ചെയ്തതാണ്. അമേരിക്കയുടെ ഇസ്രായേൽ പോളിസിയിൽ അല്ലെങ്കിൽ അവരുടെ മിഡിൽ ഈസ്റ്റ് പോളിസിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് ഈ ഇസ്രായേലിന് വേണ്ടി അനാവശ്യമായ ഭാരങ്ങൾ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ഇസ്രായേൽ ഫസ്റ്റ് എന്ന നിലപാട് പ്രയോഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ഓഞ്ഞ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന ചിന്ത ട്രംപിൻ്റെ തന്നെ ക്യാമ്പിൽ, റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തൊക്കെ ആണെങ്കിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പം ഇസ്രായേൽ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നോക്കൂ, ഇസ്രായേൽ ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കാര്യത്തിൽ പോലും തുർക്കി ഉണ്ടാവാൻ പാടില്ല ഒരു നിലക്കും എന്ന നിലപാട് നെതന്യാഹു സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാൻ ട്രംപ് സന്നദ്ധമാവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ഇപ്പോഴും എന്താണ് നടക്കുന്നത്? നെതന്യാഹു അമേരിക്കയിലേക്ക് പറക്കുന്നു, ചർച്ച ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? നോക്കൂ, 2.5 വർഷത്തോളം ഒരു ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് സാധ്യമായ മനുഷ്യരാശി തന്നെ വികസിപ്പിച്ച സർവായുധങ്ങളും, ന്യൂക്ലിയർ ബോംബ് വഴിയുള്ള സർവായുധങ്ങൾ പ്രയോഗിച്ചിട്ടും ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെ അല്ലാതെ ഇത് പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഫലസ്തീൻ എന്നുള്ളത് 75 വർഷമായി നശിപ്പിക്കാൻ ശ്രമിച്ച, സർവായുധങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാശയം ഇപ്പോഴും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് 2021 യുദ്ധം തുടങ്ങിയ മനുഷ്യരാണ്. പക്ഷെ ഇപ്പോഴും അയാൾ അമേരിക്കയിൽ പോയിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വലിയ പഠനം മാത്രമല്ല, വേറെ ചില ഡെവലപ്മെൻറ്റുകൾ കൂടെ കാണണം. ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത പല ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം, സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു പ്രദേശം, ലോകത്ത് മറ്റൊരു രാജ്യവും അംഗീകരിച്ചിട്ടില്ലാത്തൊരു പ്രദേശത്ത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടൊരു രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് യമൻ്റെ ഈ ചെങ്കടലിൻ്റെ ഒരു കരയിൽ യമനും മറുകരയിൽ ഈ സൊമാലിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് വളരെ നിർണായകമായിട്ടുള്ള ബാബുൽ മന്ദിബ് ചെങ്കടലിലേക്കുള്ള ആ സ്ട്രൈറ്റ് കടന്നു പോകുന്നത്. ഹൂത്തികൾ ഇസ്രായേൽ കപ്പലുകൾ തടയുന്ന ഇടനാഴിയാണത്. അപ്പോൾ ആ പ്രദേശത്ത് തങ്ങൾക്കൊരു മിലിറ്ററി ആക്സസ് കിട്ടും, സൊമാലി ലാൻഡിലൊരു മിലിറ്ററി ബേസ് ഉണ്ടാക്കാം, മിലിറ്ററി ആക്സസ് കിട്ടും എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആരും അംഗീകരിക്കാത്ത സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നത്. അത് എഗൈൻ ആഫ്രിക്കൻ യൂണിയൻ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു, അറബ് ലീഗ് രംഗത്ത് വന്നു, എല്ലാം മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വന്നു. വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിതിൻ സൊമാലി ലാൻഡ് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇപ്പുറത്ത് യമനിൽ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗം സദേൺ യമൻ വിഘടിച്ച് വേറെ രാജ്യമാക്കാൻ പോകുന്നു. ഈ സദേൺ യമൻ എന്ന് പറയുന്ന ഏരിയ
സൊമാലിലാൻഡ് എന്ന് പറയുന്ന ഏരിയ, ഇത് രണ്ടും ഈ ബാബുൽ മന്ദിബ് എന്ന് പറയുന്ന ചെങ്കടലിലെ ചെറിയ ഇടനാഴിയുടെ അക്കരയും ഇക്കരയുമായി കിടക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളിലും ഇസ്രായേലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാനാണ് ഇസ്രായേൽ കൊണ്ടുനടക്കുന്നത്. പക്ഷേ അതിൻ്റെ അതിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട് നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ ഔട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഗൾഫ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് UAE-ക്കെതിരെ സൗദി പരസ്യമായി രംഗത്ത് വരുന്നു. ഇതൊന്നും നമുക്ക് ഗൾഫിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പല സ്വഭാവത്തിലുള്ള പൊളിറ്റിക്കൽ ഔട്ട്, സ്പൈറലിംഗ് എഫക്റ്റുകൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ 2023 ഒക്ടോബർ 8 മൈ ബോയ്സ് ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഏർപ്പാട് നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രകമ്പനങ്ങളായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ശരി, നിഷാദിന് എന്താ തോന്നുന്നത്? ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമോ? ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അതിജീവന പോരാട്ടം അവസാനിക്കുമോ എന്ന ചോദ്യം നിലവിൽ പ്രസക്തമായ സമയമായിട്ടില്ല. കാരണം അത് എൻ്റെ ഒരുപാട് ഏരിയാസിനെയും കവർ ചെയ്യാനുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സുരക്ഷ, പരമാധികാരം, സ്വാസ്ഥ്യ ജീവിതം എന്ന് പറയുന്ന ലോകത്തെ ഏതൊരു സമൂഹത്തിൻ്റെ ആവശ്യവും ആഗ്രഹമാണല്ലോ. ഇത് 75 വർഷമായിട്ടും സമാധാനമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. അതിനുവേണ്ടി അവരെന്തൊക്കെ ചെയ്തു കൂട്ടുന്നു അതെല്ലാം അതിൻ്റെ വിപരീത യുക്തിയിൽ അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്വസ്ഥ ജീവിതമില്ല, ഹമാസിനെ നിങ്ങളൊന്ന് നിരായുധീകരിച്ചു തരൂ, തുർക്കിയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കൂ എന്നൊക്കെ പറയുന്ന ആവശ്യങ്ങളുമായി ലോകത്തോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യം ഇപ്പോഴും. അപ്പോൾ ആ രാജ്യമാണ് ഈ ഹമാസിന് മേൽ അല്ലെങ്കിൽ ഫലസ്തീനിലെ മനുഷ്യർക്ക് മേൽ സമ്പൂർണ്ണ വിജയം നേടി എന്നിവിടെ ചില ആൾക്കാർ ഇപ്പോഴും ഉദ്ഘോഷിക്കുന്നു. പക്ഷേ ആ രാജ്യം ഇപ്പോഴും സ്വസ്ഥത ഉണ്ടാക്കാൻ, അതിർത്തി സുരക്ഷ ഒഴിവാക്കാൻ, ഹമാസിനെ ഡിസാം ചെയ്യാൻ, അല്ലെങ്കിൽ തുർക്കി വന്ന് ഞങ്ങളുടെ അയൽവക്കത്തിരിക്കുന്നത് അവസാനിപ്പിക്കാൻ കിടന്ന് പരിശ്രമിക്കുകയും അതിന് ലോകത്തിൻ്റെ പിന്തുണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് ഇത് കടക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ വലിയ പ്രതിസന്ധികളുണ്ട്. ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആദ്യം ഈ സമവായ നിർദ്ദേശത്തിൽ എഴുതി വെച്ചെങ്കിലും അതിന് ശരിയായ രൂപരേഖ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരികയെന്ന് വെച്ചാൽ, നോക്കൂ, ഫലസ്തീൻ പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? ത്രെട്ടെന്ന് വെച്ചാൽ ഇസ്രായേലാണ്. ഇസ്രായേൽ ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു സംയുക്ത സേനയുടെ പ്രധാന പണി എന്തായിരിക്കണം? ഇസ്രായേൽ നടത്തുന്ന അതിക്രമം തടയലായിരിക്കില്ലേ? അതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാവാത്ത ഒന്ന്. നോർമൽ കേസിൽ ഒരു വലിയ ഒരു അന്താരാഷ്ട്ര സേന എന്തിനാണ് ഗസയിൽ ഉണ്ടാവേണ്ടത്? ഒരു ചെറിയ ഒരു ഏരിയയിൽ എന്തിനാണ് ഉണ്ടാവേണ്ടത്? അവർ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തരവും വൈദേശികവുമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേലാണ്. ആ ഇസ്രായേലിന് അവിടെ കയറി മേയാനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊരു സൈന്യം ഉണ്ടാവാൻ പോവാണ്. അതിനെ തന്നെ ഇസ്രായേൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. തുർക്കി അവിടെ വരുന്ന ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ്. കാരണം നോക്കൂ, ഇപ്പം ഇസ്രായേൽ ഈ കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് ഇസ്രായേലിനെതിരായിട്ടുള്ള ലോകത്ത് നടന്ന ക്യാമ്പയിനാണ്. ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകളെക്കുറിച്ച് ഉള്ള ക്യാമ്പയിൻ. ആ ക്യാമ്പയിന് വേണ്ടി പണിയെടുത്ത രാജ്യങ്ങളൊന്നാണ് തുർക്കി. തുർക്കിയുടെ മാധ്യമങ്ങൾ, ഇപ്പോൾ TRT ആയാലും കൊള്ളാം, അവിടെ നിന്നുള്ള NSF ഒക്കെ, അവരൊക്കെ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അത്രയും എക്സ്പോസ് ചെയ്യാൻ ആ നിലയ്ക്ക് പ്രയത്നിച്ച രാജ്യം നിങ്ങളുടെ ഘട്ടത്തിൽ തുർക്കിയെ കാണാം. സോ അത്തരമൊരു രാജ്യം, ഒരു ആൻറ്റി ഇസ്രായേൽ നിലപാടുള്ള ഒരു രാജ്യം ഇപ്പുറത്ത് വന്ന് സൈന്യവുമായിട്ട് വന്നിരിക്കുക എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾ, ഞങ്ങളുടെ മഞ്ഞ ലൈൻ കടന്നു, ഞങ്ങളുടെ ചുവപ്പ് ലൈൻ കടന്നു എന്നൊക്കെ പറഞ്ഞ് കയറി ആരെയും കൊല്ലാൻ കഴിയുന്ന സാഹചര്യം സങ്കീർണമാകുന്നുള്ള ഭയപ്പാട് അവരെ ഒരുപക്ഷെ ഭരിക്കുന്നുണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നാണ്. ഹമാസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു കേവലമായ ഒരു സംഘടനയായിട്ടല്ല അതിനെ കാണുന്നത്. അത് ഫലസ്തീനികളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഫലസ്തീനികൾ 75 വർഷമായി പോരാട്ടം നടത്തി ഒരു ഘട്ടമെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സായുധമായ പോരാട്ടമല്ലാതെ ഇതിനെ മറികടക്കാൻ വഴിയില്ല. അപ്പോൾ സായുധമായിട്ടുള്ള പോരാട്ടം വേണമെന്ന ആവശ്യവുമായിട്ട് ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ആ സംഘടന ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഭൂരിപക്ഷം വരുന്ന ഫലസ്തീനികൾ അവർക്ക് വോട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫലസ്തീനികളുടെ ഹൃദയവികാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ രാഷ്ട്രീയമായ വില്ലിൻ്റെ ഭാഗമാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന. അല്ലാതെ ഹമാസ് ഒരു സംഘടന എന്നതിലേക്ക് മാത്രം ചുരുക്കാൻ കഴിയുന്നില്ല. ദ പാർട്ട് ഓഫ് ഫലസ്തീനീസ്. അവരെന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? പോരാടിയല്ലാതെ സാധ്യമല്ല എന്ന ഫലസ്തീനികളുടെ ആഗ്രഹത്തിൻ്റെ ഫിസിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആ സംഘടന എന്ന് പറയുന്നത്. അത് നിർത്തൂ എന്ന് വെച്ചാൽ ഫലസ്തീനികളോട് നിങ്ങളുടെ സ്വാതന്ത്ര്യമോഹം നിങ്ങൾ അവസാനിപ്പിക്കൂ, നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ അവസാനിപ്പിക്കൂ, സ്വാതന്ത്ര്യം വേണം, സ്വന്തം രാജ്യം വേണമെന്ന ചോദ്യം അവസാനിപ്പിക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ് കേവലമായിട്ടുള്ള ഹമാസ് ഇല്ലാതാവുക എന്ന് വെച്ചാൽ. പകരം അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, അവരുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കാൻ വേറെ ആരാ അവിടെ ഉള്ളത്? സോ ഇത് പലതരത്തിൽ സങ്കീർണമായിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ്. അവസാനത്തെ ബന്ദിയുടെ മൃതദേഹം വിട്ട് കിട്ടണം. ഹമാസ് പറയുന്ന ആ ബന്ദി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏതോ കൂനകൾക്ക് താഴെ കിടക്കുകയാണ്, അത് കണ്ടെത്താൻ സമയം വേണം. പക്ഷേ അത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ തരാത്തതാണെന്ന് വാശി പിടിച്ച് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് തടയാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
സെക്കൻഡ് ഫേസിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് പലതരത്തിൽ സങ്കീർണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചും രണ്ട് ഡയമെൻഷനുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹമില്ല. നിരന്തരമായി ആക്രമിച്ചുകൊണ്ടും നിരന്തരമായി കയ്യേറിക്കൊണ്ടും മാത്രമേ ആ രാജ്യത്ത് നിൽക്കാൻ കഴിയൂ. ആ രാജ്യം എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. നിരന്തരമായ കയ്യേറ്റങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ കയ്യേറ്റമൊക്കെ അവസാനിപ്പിച്ച് നിയതമായ ഒരു അതിർത്തിക്കകത്ത് ആ രാജ്യത്തിന് എങ്ങനെ നിലകൊള്ളാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട് അവിടെ. രണ്ടാമത്തേത് സമാധാനവും സുരക്ഷിതത്വവും എന്ന് പറയുന്ന അവരുടെ പ്രശ്നമാണ്. അത് ആ രാജ്യം ഇപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുകയും ആ രാജ്യത്തെ മനുഷ്യർ വല്ലാത്ത തോതിലുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന തോൽവിയുടെ നടുവിലാണ്. ഒന്നാമത്തത് അമേരിക്കയുടെ പിന്തുണ എന്ന് വെച്ചാൽ പൂർണ്ണതോതിൽ കിട്ടുന്നില്ല. അമേരിക്കയിൽ മംദാനിയെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇസ്രായേലിനെതിരെ സംസാരിച്ച് വൻ വിജയം നേടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രംപിന് വലിയ ഡയലോഗ് അടിക്കാൻ കഴിയുന്ന കാലം കഴിഞ്ഞുപോയി. ട്രംപിന് എന്താണ് അമേരിക്കയുടെ മൂടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വെറുതെ കയറി ഹമാസിനെ ഞങ്ങൾ നരകം കാണിക്കുമെന്നൊക്കെ പറയുമെങ്കിലും പൂർണ്ണമായിട്ടും ഈ ഇസ്രായേലിൻ്റെ നരനായകൻ്റെ കൂടെ നിൽക്കുന്നത് സ്വന്തം മണ്ണ് ഒലിച്ചു പോകുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഉള്ളത്. സോ ഈ സെക്കൻഡ് ഫേസിലേക്ക് കടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് അനുഭവിക്കുന്നത്, പരിഹാരം ഉണ്ടാക്കാനും ഏറ്റവും വെമ്പൽ കൊള്ളുകയും ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിളച്ചു നടക്കുകയും ചെയ്യുന്നത് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ദുർഘടങ്ങളുണ്ട് താനും.